നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കേച്ചേരി ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിശ്ചയിച്ച ഉദ്യോഗസ്ഥർക്ക് ആശങ്ക. പോസ്റ്റൽ വോട്ടുള്ള ഡിവിഷനിലെ വോട്ടർമാരായ ഉദ്യോഗസ്ഥരാണ് റിട്ടേണിംഗ് ഓഫീസറുടെ നിരുത്തരവാദിത്വം മൂലം വോട്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലായിരിക്കുന്നത്. CCTV ന്യൂസ് എക്സ്ക്ലൂസീവ്. പുതുക്കി നിശ്ചയിച്ചതനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ 10ാം നമ്പർ ഡിവിഷനായ കേച്ചേരിയിലെ വോട്ടർമാരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിശ്ചയിക്കപ്പെട്ടവരുമായവർക്കാണ് റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വം മൂലം വോട്ട് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായിരിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസറായ പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിതരണം ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് തൊട്ടടുത്തുള്ള ചൂണ്ടൽ ഡിവിഷനിലേതാണ്. പോസ്റ്റൽ ബാലറ്റ് ലഭിച്ച ഭൂരിപക്ഷം പേർക്കും ചൂണ്ടൽ ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പറാണ് ലഭിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തിനകം ഈ ബാലറ്റുകൾ മാറ്റി കേച്ചേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ പേര് ഉൾപ്പെടുത്തിയ ബാലറ്റ് പേപ്പറുകൾ ലഭിച്ചില്ലെങ്കിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ. ബുധനാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോകേണ്ടി വരികയും വ്യാഴാഴ്ച വൈകുന്നേരം പോളിംഗ് അവസാനിച്ച് വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ തിരിച്ചേൽപ്പിച്ച് മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചെത്താനാകൂ. ചൊവ്വാഴ്ച ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജോലിസ്ഥലങ്ങളിൽ പോയതിനാൽ വൈകിട്ട് മാത്രമാണ് തിരിച്ചെത്തുക. അതുകൊണ്ടുതന്നെ ബാലറ്റ് കൈപ്പറ്റണമെങ്കിൽ വൈകിട്ട് വീട്ടിലെത്തിയ ശേഷം മാത്രമേ കഴിയൂ എന്ന സാഹചര്യവുമുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നിരുത്തരവാദിത്വ നടപടി മൂലം തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിക്കാൻ കഴിയാതെ വരുമോ എന്നതാണ് പോസ്റ്റൽ വോട്ടുള്ളവരെ വലയ്ക്കുന്നത്. തങ്ങളുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടും വിതരണം ചെയ്ത ബാലറ്റിന് പകരം പുതിയ ബാലറ്റ് ഏറ്റുവാങ്ങാൻ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലെത്തണം എന്ന നിർദ്ദേശം ലഭിച്ചതായും പലരും വ്യക്തമാക്കുകയുണ്ടായി. സംഭവം വിവാദമായതോടെ വോട്ടർമാരായ ഉദ്യോഗസ്ഥർക്ക് പകരം ബാലറ്റ് എത്തിക്കാനുള്ള ശ്രമം റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കേച്ചേരി ഡിവിഷനിൽ ഉൾപ്പെടുന്ന 100-ലേറെ ഉദ്യോഗസ്ഥർക്ക് വീടുകളിലെത്തി ബാലറ്റ് വിതരണം ചെയ്യുന്നതിനാണ് നീക്കം. ഇത് എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാനാകുമെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. മോക്ക് പോളിംഗിന് ശേഷം രാവിലെ 7-ന് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് രൂപപ്പെട്ടത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് ജനവിധി. ചൂണ്ടൽ പഞ്ചായത്തിലെ 20ാം വാർഡിൽ വിജയമുറപ്പിക്കാൻ UDF-ഉം LDF-ഉം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയം കൈപ്പിടിയിലാക്കാനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി AL ജെയിംസും LDF സ്ഥാനാർത്ഥി ജിഷ സുനിൽകുമാറും. പഞ്ചായത്തിൽ വാർഡ് പുനഃസംഘടനയുടെ ഭാഗമായി പഴയ 18ാം വാർഡിന്റെ ഭൂരിപക്ഷം വരുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് പുതുതായി രൂപീകൃതമായ വാർഡാണ് പയ്യൂർ. കാലങ്ങളായി ഇടതുപക്ഷത്തെ വിജയം തുണയ്ക്കുന്ന വാർഡിനെ ഇത്തവണ തങ്ങൾക്കനുകൂലമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് UDF. പ്രാദേശിക നേതാവും വ്യാപാരിയുമായ AL ജെയിംസിനെയാണ് ഇതിനായി UDF രംഗത്തിറക്കിയിട്ടുള്ളത്. വാർഡിൽ തനിക്കുള്ള വ്യക്തിബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടുകാർക്കിടയിൽ ജിമ്മി എന്നറിയപ്പെടുന്ന ജെയിംസിനുള്ളത്. മത്സരരംഗത്ത് ആദ്യമായാണെങ്കിലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞും സൗഹൃദം പുതുക്കിയുമാണ് ജെയിംസ് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥന നടത്തുന്നത്. മുൻ ഭരണസമിതികളുടെ വികസന വിരുദ്ധ നിലപാട് വിശദീകരിച്ച് വോട്ട് ചോദിക്കുന്ന ജെയിംസിന് വലിയ ആത്മവിശ്വാസമാണുള്ളത്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ പയ്യൂരിൽ ഇക്കുറി വിജയം ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. മാറ്റത്തിനായി ഒരു വോട്ട് എന്നതാണ് വോട്ടർമാർക്ക് മുന്നിൽ ജെയിംസും UDF-ഉം മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിന്റെ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ജെയിംസിലൂടെ വാർഡിനെ UDF-നൊപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയും മുന്നണി നേതൃത്വത്തിനുണ്ട്. അതേസമയം ജനറൽ സീറ്റായ 20ാം വാർഡിൽ ഇടതുപക്ഷം മത്സരത്തിനിറക്കിയിരിക്കുന്നത് വനിതാ സ്ഥാനാർത്ഥിയായ ജിഷ സുനിൽകുമാറിനെയാണ്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ എന്ന നിലയിൽ വാർഡിലുള്ള ജിഷയുടെ വ്യക്തിബന്ധങ്ങളും ഓരോ കുടുംബങ്ങളായി നേരിട്ടുള്ള ബന്ധങ്ങളിലുമാണ് LDF പ്രതീക്ഷ വയ്ക്കുന്നത്. സ്ത്രീകളുടെ വോട്ടുകൾ തങ്ങൾക്കനുകൂലമാക്കാൻ ജിഷയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസവും LDF-നുണ്ട്. പയ്യൂരിലെ പ്രമുഖ കുടുംബമായ കണ്ടംപുള്ളിയിലെ മരുമകൾ എന്ന നിലയിലുള്ള സ്വീകാര്യതയും LDF-ന് ഗുണം ചെയ്യുമെന്നാണ് മുന്നണി നേതൃത്വം കരുതുന്നത്. കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പയ്യൂരിൽ വിജയം ഉറപ്പാണെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം. കൂടാതെ കാലങ്ങളായി ഇടതുമുന്നണിക്കായി NCP വിജയിച്ചിരുന്ന വാർഡിൽ ഇക്കുറി സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ ആത്മവിശ്വാസവും പാർട്ടി പ്രവർത്തകർക്കുണ്ട്.
പുതിയ വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യാനാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ. UDFും LDFും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന വാർഡിൽ വിജയം ആർക്കൊപ്പമെന്നറിയാൻ വിധി നിർണയ ദിനം വരെ കാത്തിരിക്കേണ്ടിവരും. UDF, LDF മുന്നണികൾക്കൊപ്പം BJP സ്ഥാനാർത്ഥി MS സതീശനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അനിലനും മത്സരരംഗത്തുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി റാലിയും പൊതുയോഗവും നടത്തി. LDF കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അണിനിരത്തി പഞ്ചവാദ്യത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് പേർ അണിനിരന്ന റാലി കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KK വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാക്ക് ഫോർ ഗുരുവായൂർ പദയാത്ര നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്തു നിന്നും ആരംഭിച്ച പദയാത്ര പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KP ഉദയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, UDF നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പരസ്യമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പ്രചാരണം നടത്തിയ ഗുരുവായൂർ ദേവസ്വം ചെയർമാനും മാനേജിംഗ് കമ്മിറ്റി അംഗവും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും അടിയന്തരമായി രാജിവെക്കണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. പടിഞ്ഞാറ് നടയിൽ നിന്ന് നേരെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അമ്പലക്കള്ളന്മാര്, അതേപോലെ അമ്പലത്തിലെ സ്വർണം മോഷ്ടിച്ചവര് നാളെ ഗുരുവായൂരിൽ നിന്നും എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് അറിഞ്ഞുകൂടാ. കാരണം ദൈവവിശ്വാസമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈശ്വര വിശ്വാസമില്ല. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. മതം മനുഷ്യന് നയിക്കുന്ന കറുപ്പെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിക്കുന്നത്. ദൈവം വിദ്യയാണെന്നാണ് കമ്മ്യൂണിസത്തിൽ പറയുന്നത്. ദൈവവിശ്വാസമില്ലാത്ത, മതവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചു കൊണ്ടുപോയി കട്ടുകൊണ്ടുപോയതുപോലെ ഇനി ഏതൊക്കെ ക്ഷേത്രം, ഏതൊക്കെ പള്ളി, വഖഫ് ബോർഡ് ഉൾപ്പെടെ എവിടെ നിന്നെല്ലാം ഈ വിശ്വാസികളല്ലാത്ത ആളുകൾ മോഷ്ടിച്ചിട്ടുണ്ടാകും. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോഴുള്ള ദേവസ്വത്തിന്റെ പ്രസിഡന്റ് വിശ്വാസിയല്ല എന്ന് ഇന്നലെ മിനിയാന്ന് ബോധ്യപ്പെടുത്തി. കാരണം അദ്ദേഹം അരിമാൽ ചുറ്റിക നക്ഷത്രത്തിന് വേണ്ടി ചുവന്ന് കൊടിപിടിച്ച് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നവർക്ക് വേണ്ടി പരസ്യമായി പ്രവർത്തിച്ചതുകൊണ്ട് ദേവസ്വം പ്രസിഡന്റിന് അദ്ദേഹം വിശ്വാസിയല്ല, അദ്ദേഹം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വസിക്കുന്ന ആളാണ്. വിശ്വാസിയല്ലാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കീഴിൽ എന്തെല്ലാം ഇവിടെ നടന്നു എന്ന കാര്യം കൂടി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ഒറ്റ വാക്കുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 5 വർഷം നടന്ന പ്രവർത്തികൾ, കേന്ദ്ര ഗവൺമെന്റ് അമൃത് പദ്ധതി, പ്രസാദ് പദ്ധതി, അമൃത് 2 ഉൾപ്പെടെ ഇവിടെയാണ് കോടാനുകോടി രൂപ കൊണ്ടുവന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഊരാളുകൾ സൊസൈറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇവിടുത്തെ പ്രവൃത്തികൾ യാതൊരു തത്വനിഷ്ഠിതയും നൽകിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് 13-ാമത്തെ വ്യാഴാഴ്ച ഇലക്ഷൻ LDF കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. വെള്ളാർക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. വാദ്യമേളവും നാടൻ കലാരൂപങ്ങളും റാലിക്ക് അകമ്പടിയേകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സത്താർ നീണ്ടൂർ അധ്യക്ഷനായി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, CPM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ, INL സംസ്ഥാന കമ്മിറ്റി അംഗം ഹംസ ഹാജി, LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ PS പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ഫ്രാൻസിസ് കൊള്ളനൂർ, CH ലാഷ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. വടക്കേകാട് മണികണ്ഠേശ്വരത്ത് കാറിൽ ബൈക്കിടിച്ച് അപകടം. 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്.
ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. തിങ്കളാഴ്ച വൈകിട്ട് 5ഓടെയാണ് അപകടമുണ്ടായത്. എരമംഗലം സ്വദേശി സഞ്ചരിച്ച കാർ സംസ്ഥാന പാതയിൽ നിന്നും സിദ്ദിഖ് പള്ളി റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പിറകിൽ നിന്നും അമിത വേഗതയിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ചു വീണു. ഗുരുതര പരിക്കേറ്റ യുവാക്കളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മറ്റം സെന്റ് തോമസ് ഇടവക ദേവാലയത്തിന് കീഴിലുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ യൂണിറ്റിന്റെ വാർഷികം ആഘോഷിച്ചു. സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസി ജോസഫ് അധ്യക്ഷയായി. സെക്രട്ടറി PT ആൻഡോ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KJ ബിനോയ് കണക്കവതരണവും നടത്തി. സഹവികാരി ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, സിസ്റ്റർ നിർമ്മല, സിസ്റ്റർ അനില, കേന്ദ്ര കമ്മിറ്റി കൺവീനർ CO ജെയ്സൺ, കൈക്കാരൻ MJ ജോഷി എന്നിവർ സംസാരിച്ചു. അവാർഡ് ദാനം, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കടവലൂർ പഞ്ചായത്തിൽപ്പെട്ട ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. ജലസേചന മാർഗം തടസ്സപ്പെട്ടതോടെ അടിമനത്താഴം, കൊള്ളഞ്ചേരി എന്നീ പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിലായി. തണത്തറ തോട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഒറ്റപ്പിലാവിലെയും ചാലിശ്ശേരിയിലെയും കൃഷിക്ക് ഉപയോഗിക്കാനാണ് മുട്ടിപ്പാലം തോട്ടിൽ ബണ്ട് നിർമ്മിച്ചത്. ഇവിടെയുണ്ടായിരുന്ന തടയണയും പാലവും പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയിരുന്നു. 2 കോടി രൂപയുടെ മുട്ടിപ്പാലം പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും പണി പാതി വഴിയിൽ നിർത്തി. തടയണ ഇല്ലാതായതോടെ മുട്ടിപ്പാലം തോട്ടിൽ വെള്ളം ശേഖരിക്കാൻ സാധിക്കാതായി. ഇതോടെ ആ ഭാഗത്തെ നെൽകൃഷിക്ക് ഉണക്കം ബാധിച്ചു. തുടർന്നാണ് താൽക്കാലിക ബണ്ട് സ്ഥാപിച്ചത്. അതിനുശേഷം തോടിന്റെ ഒരു വശത്ത് വെള്ളം തിങ്ങി നിറഞ്ഞിരുന്നു. തുടർന്ന് ബണ്ട് തകരാതിരിക്കാൻ കൂടുതൽ ഉയർത്തി. തോട്ടിലെ വെള്ളം പൂർണ്ണമായി തടഞ്ഞത് തണത്തറ തോട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ആശ്രയിക്കുന്ന മറ്റു പാടശേഖരങ്ങൾക്ക് തിരിച്ചടിയായി. അടിമനത്താഴത്തെയും കൊള്ളഞ്ചേരിയിലെയും നെൽച്ചെടികൾക്ക് കതിരിടുന്ന പ്രായമായി. ഇപ്പോൾ സമൃദ്ധിയായി വെള്ളം എത്തിക്കേണ്ട സമയമാണ്. എന്നാൽ തോട്ടിലെ വെള്ളം താഴ്ന്നതോടെ കണ്ടങ്ങളിലേക്കുള്ള ഒഴുക്ക് നിലച്ചു. 2-3 ദിവസം കൂടി ഈ അവസ്ഥ തുടർന്നാൽ നെൽച്ചെടികൾ ഉണങ്ങി നശിക്കുമെന്നാണ് ആശങ്ക. ബണ്ട് ഭാഗികമായി തുറന്ന് മറ്റു പാടശേഖരങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളമെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU 10ാമത് സ്ഥാപക ദിനം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പന്തായിൽ ക്ഷേത്രത്തിന് സമീപം ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് S സോമൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി PG കണ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് ഗുരുവായൂർ, സൗമ്യ, DC മെമ്പർ രഘു, അനീഷ്, സരള, പ്രസാദ്, അനിത ബാബു എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗത്സമൻ വുമൺ പ്രയർ ഫെലോഷിപ്പ് 14ാമത് വാർഷികവും സുവിശേഷ യോഗവും സമാപിച്ചു. RS ജയലാൽ വചന പ്രഘോഷണം നടത്തി. ഗാനശുശ്രൂഷയും സ്നേഹവിരുന്നുമുണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വാർഷിക യോഗത്തിന് ശലോമി സോമൻ സ്വാഗതവും മിനി ഗിൻസ് നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് കോളേജിലെ 2024-26 വർഷത്തെ ബാച്ചിന്റെ ആർട്സ് ഫെസ്റ്റിന് തുടക്കമായി. മിഹാര കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് സിനി ആർട്ടിസ്റ്റും മിമിക്രി കലാകാരനുമായ അഖിൽ S പറവൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ PA വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് ചെയർമാൻ ജെറി ജോൺ, ഫൈൻ ആർട്സ് സെക്രട്ടറി രഞ്ജിത, അധ്യാപകരായ ബെഫി, ദീപിത തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടത്തുന്ന ഫെസ്റ്റിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ കിഴക്കേ നടയിൽ പതാക ഉയർത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി അനീഷ് ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് ഗുരുവായൂർ, സംസ്ഥാന കമ്മിറ്റി അംഗമായ സൗമ്യ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മധുര പലഹാര വിതരണവുമുണ്ടായി. കുറുമാൽ കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തൃശൂർ അശ്വിനി ആശുപത്രിയും ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കുറുമാൽ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂട്ട് ഭാരവാഹികളായ പ്രസിഡന്റ് PS ജോബിൻ, വൈസ് പ്രസിഡന്റ് CJ ജെറിൻ, സെക്രട്ടറി ജിസൺ തോമസ്, ട്രഷറർ ലിറ്റോ ജോസ് എന്നിവർ നേതൃത്വം നൽകി. കുറുമാൽ പള്ളി പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പിൽ 120ഓളം പേർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,925 രൂപ, പവന് 95,400 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 190 രൂപ. ചരമം: അടുപ്പുട്ടി പള്ളിക്കര കുഞ്ഞുണ്ണി മകൻ ജയപ്രകാശൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. രാധ ഭാര്യയും രാജി, റജി, രാജീവ് എന്നിവർ മക്കളുമാണ്. ആനായ്ക്കൽ നെടിയടത്ത് വീട്ടിൽ ദേവരാജൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. രതി ഭാര്യയും ദിവ്യ, ജിതൻ, ജിജിത്ത് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.